ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറയാതെ തന്നെ മനസ്സിലായല്ലേ? അത് തന്നെയാണ് കേട്ടോ. ചായയും കടിയും കഴിക്കാൻ തന്നെയാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത്. അങ്ങനെ അതാ ചായയും കടിയും കഴിക്കാൻ ഞങ്ങളെത്തിയപ്പം പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു എണ്ണക്കടികളൊക്കെ ഇങ്ങനെ അലമാരയിൽ എന്നത്തെ പോലെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചത് അരിയുണ്ട കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി എടുത്ത് ആവിയിൽ വേവിച്ച് പിന്നെ ഇത് മസാലയൊക്കെ മിക്സ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എണ്ണയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ ചായയുടെ കൂടെ കോരി കോരി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കടികളും ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയാൽ മസാല ദോശയുണ്ട്, ഊത്തപ്പം ഉണ്ട്, അതുപോലെ ഉഴുന്ന് ദോശയുണ്ട്, പിന്നെ നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ കാസർഗോഡിൻ്റെ സ്വന്തം നീർദോശയുണ്ട്. ഏത് സാധനങ്ങളെയും ഓർഡർ കൊടുത്ത് കൈ കഴുകി ഇരുന്നാൽ മതി, ചൂടോട് കൂടി അപ്പപ്പം ചുട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് വീഴുന്ന മനോഹരമായ കാഴ്ചയും മനോഹരമായ ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളിനോട് ചേർന്ന് പീസ് സ്മാരകത്തിൻ്റെ മുമ്പിലായിട്ട് കാണുന്ന ശാന്താറാം ചേട്ടൻ്റെ കടയാണ് കേട്ടോ. വളരെ ലളിതമായ രീതിയും എല്ലാവരോടും സൗഹൃദത്തോടു കൂടിയും പുഞ്ചിരിയോടു കൂടി മാത്രം എല്ലാവരോടും സംസാരിക്കുന്ന ശാന്താറാം ചേട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ. പലതരത്തിലുള്ള വിഭവങ്ങളാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ശാന്താറാം ചേട്ടൻ. എല്ലാവരോടും സൗഹൃദമായി പെരുമാറുന്ന ഇദ്ദേഹത്തിൻ്റെ പുഞ്ചിരി തന്നെയാണ് കേട്ടോ ചായക്ക് മാറ്റ് കൂട്ടുന്നതും. പലതരത്തിലുള്ള ചായക്കടികൾക്ക് പുറമെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലതരം അച്ചാറുകളും ഒക്കെ ഇവിടെ കിട്ടും.